വയനാട്ടിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു ഗുഹയിലേക്കാണ് യാത്ര. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ചീനിക്കാമൂല ഗുഹയിലേക്കുള്ള യാത്ര. ഈ നാട്ടുകാരോടൊപ്പമാണ് ഈ യാത്ര. പോയി വരാം. ഒരു മനുഷ്യന് കഷ്ടിച്ച് നൂണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ ഗുഹ. ഇത് കടന്നെത്തുന്നത് വലിയൊരു അത്ഭുതങ്ങളുടെ കാഴ്ചകളിലേക്കാണ്. പോയി നോക്കാം. പ്രധാന റോഡിൽ നിന്ന് 60 മീറ്റർ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു ടാസ്ക് ഉണ്ട്, അതിലേക്ക് പോകാം. വയസ്സ് 85. യാക്കോബേട്ടനോടൊപ്പമാണ് ഈ നാട്ടുകാരോടൊപ്പം നമ്മൾ ഈ മല കയറുന്നത്. പോയി നോക്കാം. അല്ലേ യാക്കോബേട്ട? ഓ, തീർച്ചയായും. സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് കാരാപ്പുഴ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നൂറടി ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് എനിക്ക് പിന്നിൽ. ചീങ്ങേരി മലയുടെ വളരെ വ്യത്യസ്തമായ ഒരു ദൃശ്യമുണ്ട്. ഒപ്പം തന്നെ കാരാപ്പുഴ ഡാമിൻ്റെ വിദൂര ദൃശ്യവും ഇനിയുമുണ്ട് ഏറെ കാണാൻ. പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചീനിക്കാമൂല ഗുഹയുടെ ഏറ്റവും മുകളിലാണ്. ഗുഹയിൽ കൂടി ഏകദേശം 60 മീറ്റർ നമ്മൾക്ക് സഞ്ചരിച്ച് ഗുഹയുടെ മുകളിലെത്തി വിശാലമായ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗവും 3 മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ചീങ്ങേരി മല, അതോടൊപ്പം എടക്കൽ ഗുഹ, പാൻഡർ റോക്ക്, കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ്, അതോടൊപ്പം തന്നെ നെല്ലാർച്ചാൽ എന്നീ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഈ ഗുഹയുടെ മുകളിലെത്തുമ്പോൾ കാണാൻ കഴിയും. നമ്മൾക്കറിയാം, ഇവിടെ ഈ ഗുഹ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു സംസ്കാരമുണ്ട്. 4 ഗോത്രവർഗ്ഗങ്ങളാണ് ഈ ഗുഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസിക്കുന്നത്. കാട്ടുനായ്ക്കർ, ഊരാളിമാർ, പണിയർ, കുറിച്ചർ, കുർമർ എന്നിവരാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ഗുഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിമകാലത്ത് ഈ ആദിവാസികൾ ഗോത്രവർഗ്ഗക്കാർ ഈ ഗുഹയിൽ നിക്ഷിപ്തമായിരിക്കുന്ന തേനെ എടുത്തുകൊണ്ട് അവരുടെ ഭക്ഷ്യ പദാർത്ഥമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ആ ഗുഹയിൽ കൂടി അവർ മേലോട്ട് കയറി വരുമ്പോൾ ഈ സമ്പുഷ്ടമായ ജൈവ മരുന്നുകൾ ഈ പാറയിൽ നിക്ഷിപ്തമായിരുന്നു. ആ കാലം ഏകദേശം 10-80 വർഷം മുമ്പോടെ താമസിച്ചിരുന്ന ആദിമവാസികൾ അവർ അലക്കുന്നതിന് വേണ്ടി സോപ്പായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ചീവക്കായ്. ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേര് ചീവക്കായ് എന്നായിരുന്നു. എന്നാൽ കാലക്രമേണ അത് ചീനിക്കാമൂലയായി മാറുകയും അവർ അലക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചീവക്കായ സംഭരണ ഫാക്ടറി അല്ലെങ്കിൽ അതിൻ്റെ മൂലവർദ്ധിതമായി മാറ്റുന്ന ഫാക്ടറി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ചീനിക്കാമൂല എന്ന് പറയുന്നത്. എന്നാൽ അധികാരിയുടെ ഭാഗത്തു നിന്ന് ഈ ചീനിക്കാമൂലയെ വികസിപ്പിച്ചാൽ അനേക സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരാം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഞങ്ങൾ അവധി കിട്ടുന്ന കാലത്തൊക്കെ വരാറുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ മുകളിൽ കയറാനും
ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സൂപ്പറാണ്. ഈ പ്രായമൊന്നും പ്രശ്നമല്ല. ഇത് കുഞ്ഞു കുട്ടികൾക്കും കയറാം, വലിയ ആൾക്കാർക്കും കയറാം. അങ്ങനെ കയറി മുകളിൽ വരെ എത്താം. ഞങ്ങൾ മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാട് വന്നായിരുന്നു. ചീനിക്കൽ ഗുഹ അല്ലേ, ഇതിൽ പോകുന്ന വഴി കണ്ടതാണ്. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുണ്ട്. അങ്ങനെ കയറിയിട്ട് ഇറങ്ങി ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഈ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മുകളിൽ കയറിയാൽ. പിന്നെ പാൻഡർ റോക്കൊക്കെ ആദ്യം കുറച്ച് മുമ്പ് പോയിരുന്നു, പക്ഷെ ഇതിൻ്റെ മേലിൽ കാണാൻ പറ്റിയത് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. മല കയറി ഇറങ്ങിയാൽ ഈ കൊച്ചു വെള്ളച്ചാട്ടത്തിനരികിൽ ഒരു കുളി. ക്ഷീണമകറ്റി യാത്ര തുടരാം. എല്ലാത്തിനുമുള്ള ഒരു പാക്കേജാണ് ചീനിക്കാമൂലയിലുള്ളത്. ചീനിക്കാമല ഗുഹ കയറി ഇറങ്ങിക്കഴിഞ്ഞു. ഈ മനോഹര കാഴ്ചകൾ കാണാൻ എത്തുന്നവരെ സഹായിക്കാൻ എപ്പോഴും ഈ നാട്ടുകാർ ഇവിടെയുണ്ട്. അധികൃതർ കൂടി ഇവിടേക്കുള്ള സൗകര്യമൊരുക്കിയാൽ ഇത് വേറെ ലെവൽ ഒരു സ്ഥലമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.